ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഐറിൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശതമാനമാണ്. അതിൻ്റെ 3-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ശതമാനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ കുറച്ച് സമവാക്യങ്ങൾ പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: ഒരു സംഖ്യയുടെ 60% 280 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുന്നുവെങ്കിൽ സംഖ്യ ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 200, 60, 280, 300 ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സമവാക്യമുണ്ട്, നമ്മൾ പഠിച്ചതാണ്. y ഡിവൈഡഡ് ബൈ 200 മൈനസ് എക്സ് ഗുണിക്കണം 100. അതായത് ഈ ഒരു സമവാക്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതാണ് സംഖ്യ എന്ന് കണ്ടുപിടിക്കാം. ഇതിൽ വൈയും എക്സും ഏതാണെന്ന് ആദ്യം നോട്ട് ചെയ്യാം. വൈ എന്ന് പറയുന്നത് 280 ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 60 ആണ്. 60%. വൈയും എക്സും നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് വൈ ഡിവൈഡഡ് ബൈ 200 മൈനസ് എക്സ് ഗുണിക്കണം 100. വൈ എന്ന് പറയുന്നത് 280 ആണ്. ഡിവൈഡഡ് ബൈ 200 മൈനസ് 60 ഗുണിക്കണം 100. 280. 200-ൽ നിന്ന് 60 കുറച്ചാൽ 140. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്നത് 2800 ഡിവൈഡഡ് ബൈ 14 എന്നാണ്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് 200 എന്നാണ്. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 200 ആണ് ഉത്തരം. അതായത് ഒരു സംഖ്യയുടെ 60% 280 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുന്നുവെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം: ഒരു സാധനത്തിന്റെ വില 1000-ൽ നിന്ന് 1200 വർദ്ധിച്ചാൽ വർധനവിന്റെ ശതമാനം എത്ര? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 16%, 30%, 25%, 20%. ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടിയതെന്ന് നോക്കാം. നമ്മൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു സമവാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ സമവാക്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പോകുന്നത്. സമവാക്യം എന്ന് പറയുന്നത് വർധനവിന്റെ ശതമാനമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ സമവാക്യം എന്ന് പറയുന്നത് എത്രയാണോ വർധനവ് അതേ ഹരിക്കണം ആദ്യ സംഖ്യ. വർധനവിന് മുമ്പുണ്ടായിരുന്ന സംഖ്യയാണ് ആദ്യ സംഖ്യ എന്ന് പറയുന്നത്. അതിനോട് 100 ഗുണിക്കണം. ഇവിടെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വർധനവ് എത്രയാണെന്നാണ്. വർധനവ്, അതിനു വേണ്ടിയിട്ട് 1000-ൽ നിന്നാണ് 1200 ആയത്. അപ്പോൾ നമുക്ക് വർധനവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1200 മൈനസ് 1000 ചെയ്താൽ മതിയാകും. അതായത് നമുക്ക് 200 എന്ന് കിട്ടും. ഇനി നമുക്ക് ശതമാനം കണ്ടുപിടിക്കാം. വർധനവ് എന്ന് പറയുന്നത് 200 ആണ്. ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. ഗുണിക്കണം 100. ഇത് ചെയ്ത് കിട്ടുന്നത് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 20% ഉത്തരം. ഓപ്ഷൻ ഡി 20%. അതായത് ഒരു സാധനത്തിന്റെ വില 1000-ൽ നിന്ന് 1200 വർദ്ധിക്കുമ്പോൾ വർധനവിന്റെ ശതമാനം എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഓക്കെ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം വർധനവ് ശതമാനം എന്ന് എഴുതി, അതിനുശേഷം എത്രയാണ് വർധനവ് എന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ആ കിട്ടിയ ഉത്തരങ്ങളൊക്കെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ഉത്തരം 20% എന്ന് കിട്ടി. മൂന്നാമത്തെ ചോദ്യം: സന്ധ്യയുടെ ശമ്പളം രമയുടെ ശമ്പളത്തേക്കാൾ 25% കൂടുതലായാൽ രമയുടെ ശമ്പളം സന്ധ്യയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സമവാക്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാം. ഓപ്ഷൻസ് 25, 20, 10, 15 എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ 100 പ്ലസ് എക്സ് ഗുണിക്കണം 100% കുറവായിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ് എന്ന് പറയുന്നത് 25
5 25% ഇനി ആ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 25 ഹരിക്കണം 100 കൂട്ടണം 25 ഗുണിക്കണം 100. ഇതെന്ന് പറയുന്നത് 25/125 ഗുണിക്കണം 100 എന്നാണ്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2500/125 20 എന്ന് നമുക്ക് കിട്ടും. അതായത് സന്ധ്യയുടെ ശമ്പളം രമയുടെ ശമ്പളത്തേക്കാൾ 25% കൂടുതലായാൽ രമയുടെ ശമ്പളം സന്ധ്യയുടെ ശമ്പളത്തേക്കാൾ 20% കുറവായിരിക്കും. നമുക്ക് ഓപ്ഷൻ ബി 20 എന്നാണ് കിട്ടിയത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. എയുടെ ശമ്പളം ബിയേക്കാൾ x% കൂടുതലായാൽ ബിയുടെ ശമ്പളം എയേക്കാൾ x/100 + x ഗുണിക്കണം 100% കുറവായിരിക്കും. നാലാമത്തെ ചോദ്യം, ഒരു സാധനത്തിന്റെ വില 30% കൂടുകയും തുടർന്ന് 15% കൂടുകയും ചെയ്താൽ സാധനത്തിന്റെ വിലയിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും? ഓപ്ഷൻസ് 30%, 49.5%, 45%, ഓപ്ഷൻ ഡി 40%. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു സമവാക്യം നമ്മൾ പഠിച്ചിരുന്നു. ആ സമവാക്യത്തിലേക്ക് നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും. ആ സമവാക്യം എന്ന് പറയുന്നത് x + y + xy / 100. അതായത് ഇത്രയും ശതമാനമായിരിക്കും വർധനവ് ഉണ്ടായിരിക്കുക. ഇതിൽ എക്സും വൈയും എന്ന് പറയുന്നത് 30, y എന്ന് പറയുന്നത് 15. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ 30 കൂട്ടണം 15 + 30 ഗുണിക്കണം 15 ഡിവൈഡഡ് ബൈ 100. ഇത്രയും ശതമാനമായിരിക്കും വർധനം ഉണ്ടാവുക. ഇത് എത്രയെന്ന് കണ്ടുപിടിക്കാം. 45 കൂട്ടണം 4.5%, അതായത് 49.5% ഉത്തരം. അതായത് ഒരു സാധനത്തിന്റെ വില 30% കൂടുകയും തുടർന്ന് 15% കൂടുകയും ചെയ്താൽ സാധനത്തിന്റെ വിലയിൽ 49.5% വർധനവായിരിക്കും ഉണ്ടായിരിക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ മുൻപുണ്ടായിരുന്ന ചോദ്യം ചെയ്തത്. സമവാക്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ ചോദ്യം, ഒരു സാധനത്തിന്റെ വില കച്ചവടക്കാരൻ 15% കൂട്ടുകയും തുടർന്ന് 25% ഡിസ്കൗണ്ട് അനുവദിക്കുകയും ചെയ്താൽ സാധനത്തിന്റെ വിലയിൽ എത്ര ശതമാനം വ്യത്യാസം ഉണ്ടാകും? നമ്മൾ തൊട്ട് മുൻപേ ചെയ്ത ചോദ്യവുമായി കണക്റ്റഡ് ആണ്. അതേപോലത്തെ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് 13.75% ലാഭം, 15% നഷ്ടം, 13.75% നഷ്ടം, 23.75% ലാഭം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ x - y - xy ഡിവൈഡഡ് ബൈ 100%. അതായത് ഇത്രയും ശതമാനമായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. ഇതിൽ എക്സും വൈയും ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 15, വൈ എന്ന് പറയുന്നത് 25. ഇനി ഇത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ 15 - 25 മൈനസ് എക്സ് ഇൻറ്റു വൈ ആണ്. അതുകൊണ്ട് 15 × 25 ഡിവൈഡഡ് ബൈ 100. ഇതെന്ന് പറയുന്നത് 15 നിന്ന് 25 കുറച്ചാൽ -10. ബാക്കി 15 ഗുണിക്കണം 25/100 എന്ന് പറയുന്നത് 3.75%. ഇനി ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് -13 അതായത് -10 - 3.75 എന്ന് പറയുന്നത് -13.75%. ഇവിടെ മൈനസ് എന്ന് വരുന്നത് കൊണ്ട് 13.75% നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉത്തരം നമുക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് 13.75% നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 15, വൈ എന്ന് പറയുന്നത് 25. അതൊക്കെ ഉപയോഗിച്ചിട്ട് 13.75% നഷ്ടമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്
PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. നമുക്ക് 10th, ഡിഗ്രി, 12th, 7th, LP, UP ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും അവൈലബിൾ ആണ്. ബീറ്റ് LDC 2024 എന്ന 150 ഡേയ്സിന്റെ ചലഞ്ച് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഇതിൽ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളും ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട സ്റ്റഡി നോട്ടുകളും MCQവും ലഭ്യമാണ്. ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ എല്ലാ ലെവലുകളിലുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനായി ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്. 890 രൂപയാണ് വരുന്നത്. 5% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായി ഐറിൻ ഡിസ്കൗണ്ട് 5 എന്ന ഡിസ്കൗണ്ട് കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ക്ലാസ്സിലെ 26 പേർക്ക് ഒരു പരീക്ഷയിൽ A+ ഗ്രേഡ് ലഭിച്ചു. ഇത് ക്ലാസ്സിൽ ആകെയുള്ളവരുടെ 65%. ക്ലാസ്സിൽ ആകെ എത്ര പേരുണ്ട്? ഓപ്ഷൻസ് 14, 24, 42, 40. ഇതിനും നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഒരു സമവാക്യം പഠിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ചെയ്തു നോക്കാം. സമവാക്യം എന്ന് പറയുന്നത് y/x ഗുണിക്കണം 100. ഇതിന് y എന്ന് പറയുന്നത് 26 ആണ്, x എന്ന് പറയുന്നത് 65 ആണ്. അങ്ങനെ വരുമ്പോൾ 26 ഹരിക്കണം 65 ഗുണിക്കണം 100. ഇത് നമുക്ക് ചെയ്ത് കിട്ടുന്നത് 40 എന്നാണ്. അതായത് ക്ലാസ്സിൽ ആകെ 40 പേരാണ് ഉള്ളത്. അതായത് ഓപ്ഷൻ ഡി 40 ആണ് ഉത്തരം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 26 ഗുണിക്കണം 100/65, അതായത് 40 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 20% 480ന്റെ 60% തുല്യമാണെങ്കിൽ സംഖ്യ കാണുക. ഓപ്ഷൻസ് 144, 288, 360, 1440. ഇതിലേതാണ് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 480ന്റെ 60% തുല്യമാണ്. ആദ്യം നമ്മൾ 480ന്റെ 60% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 480ന്റെ 60% എന്ന് പറയുന്നത് 480 ഗുണിക്കണം 60 ഡിവൈഡഡ് ബൈ 100. 0 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 288 എന്ന് കിട്ടും. ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 480ന്റെ 60% നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 480ന്റെ 60% കണ്ടുപിടിച്ചു, 288 ആണ്. അതായത് ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 288 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സംഖ്യ ഏതാണെന്നാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ y/x ഗുണിക്കണം 100 ആണ്. ഇവിടെ y/x ഗുണിക്കണം 100. ഇതിൽ y എന്ന് പറയുന്നത് 288ഉം x എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ 288 ഡിവൈഡഡ് ബൈ 20. ഈ 0 ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് 2880 ഡിവൈഡഡ് ബൈ 2. ഇതെന്ന് പറയുന്നത് 1440 ആണ്. അതായത് ആ സംഖ്യ എന്ന് പറയുന്നത് 1440 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് 1440 എന്ന സംഖ്യയുടെ 20%വും 480ന്റെ 60% തുല്യമാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉത്തരം 1440. റഹീമിന്റെ വരുമാനത്തെക്കാൾ 20% കുറവാണ് രാജുവിന്റെ വരുമാനം. റഹീമിന്റെ വരുമാനം രാജുവിന്റെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ ഒരു ടോപ്പിക്കാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊരു സമവാക്യം ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം എന്ന് പറയുന്നത് x ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ഗുണിക്കണം 100. ഇതിലെ x എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, അതായത് 20 ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 ഗുണിക്കണം 100. 20 ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 എന്ന് പറയുന്നത് 80 ഗുണിക്കണം 100. ഈ 0 ക്യാൻസൽ ചെയ്യുക. ബാക്കിയുള്ളത് 200 ഡിവൈഡഡ് ബൈ 8 ആണ്, 25. അതായത് ഓപ്ഷൻ ബി 25 ആണ് ഉത്തരം എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം, ഒരു ഓഫീസിലെ 80% ജീവനക്കാരും സ്ത്രീകളാണ്. ആകെ പുരുഷ ജീവനക്കാരുടെ എണ്ണം 25 ആണ്. സ്ത്രീ ജീവനക്കാരുടെ എണ്ണം എത്ര? ഓപ്ഷൻസ് 100, 125, 115, 90. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ഓഫീസിലെ 80% ജീവനക്കാര് സ്ത്രീകളാണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 20% ജീവനക്കാര് പുരുഷന്മാരായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതെന്ന് പറയുന്നത് ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് പുരുഷ ജീവനക്കാരുടെ എണ്ണം അതിൽ നിന്ന് കുറച്ചാൽ മതിയാകും. അതെന്ന് പറയുന്നത് y/x ഗുണിക്കണം 100. ഇതിൽ y എന്ന് പറയുന്നത് 25ഉം x എന്ന് പറയുന്നത് 20ഉം ആണ്. 25 ഡിവൈഡഡ് ബൈ 20 ഗുണിക്കണം 100. 0 ക്യാൻസൽ ചെയ്യാം. അതായത് 250 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 125. അതായത് ആകെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 125 ആണ്. ഇതിൽ 25 എണ്ണം എന്ന് പറയുന്നത് പുരുഷ ജീവനക്കാരുടെ എണ്ണമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്ത്രീ ജീവനക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെയുള്ളത് 125 ആണ്. അതിൽ നിന്ന് 25 കുറച്ചാൽ നമുക്ക് 100 എന്ന് കിട്ടും. അതായത് ആകെ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഒരു നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 9% വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ജനസംഖ്യ 65,400 ആണെങ്കിൽ ഒരു വർഷം മുൻപ് എന്തായിരുന്നു? ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു സമവാക്യം നമ്മൾ പഠിച്ചിരുന്നു. ഈ സമവാക്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 54,000, ഓപ്ഷൻ ബി 58,860, ഓപ്ഷൻ സി 60,000, ഓപ്ഷൻ ഡി 71,286. ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സമവാക്യം പഠിച്ചിരുന്നു. ആ സമവാക്യം എന്ന് പറയുന്നത് പി ഡിവൈഡഡ് ബൈ 1 കൂട്ടണം 6/100 ഓൾ റേസ് ടു n. ഇതിൽ പി ഏതാണ് ആർ ഏതാണെന്നൊക്കെയാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ഓക്കെ, ഇതിൽ പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനസംഖ്യയാണ്. അതായത് 65,400. ഇനി ആർ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് വർദ്ധിക്കുന്നത്? ഓരോ വർഷവും 9% വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 9%. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് n ആണ്. ഒരു വർഷം മുൻപാണ്. ഒരു വർഷം മുൻപ്. അതുകൊണ്ട് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 65,400 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെ r എന്ന് പറയുന്നത് 9 ആണ് ഡിവൈഡഡ് ബൈ 100 ഓൾ റേസ് ടു 1. ഇനി നമ്മളിത് സോൾവ് ചെയ്യണം. 400 ഡിവൈഡഡ് ബൈ, ഇതൊരു ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 109 ഹരിക്കണം 100 എന്ന് ഉത്തരം കിട്ടും. ഇത് നമുക്ക് ചെയ്തു വരുമ്പോൾ 60,000 എന്ന് കിട്ടും. ഓപ്ഷൻ സി 60,000 ആണ്. അതായത് ഒരു വർഷം മുൻപുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 60,000 ആയിരിക്കും. അതേപോലെ ശതമാനം എന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന CRT പാഠഭാഗങ്ങളാണ് 6ാം ക്ലാസ്സിലെ ശതമാനം എന്ന പാഠഭാഗം. ആ പാഠഭാഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കാര്യം ആരും മറക്കണ്ട. PSC ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് PSC റാങ്കും മൊബൈൽ ആപ്ലിക്കേഷൻ. അതെല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ശതമാനം എന്ന ടോപ്പിക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ശതമാനം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സമവാക്യങ്ങൾ പഠിച്ചു, ശതമാനം എന്താണെന്ന് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സോ എല്ലാവരും സമവാക്യങ്ങളൊക്കെ പഠിച്ച് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. സോ താങ്ക് യു.